Welcome to the online class of Federal College Attingel for 8th standard in English. Get ready to learn the first lesson from your course book, The Mysterious Picture. The title of our lesson is The Mysterious Picture. Mysterious means puzzling. That means difficult to understand. It also means strange. വളരെ നിഗൂഢമായിട്ടുള്ള, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ചിത്രം, നിഗൂഢ ചിത്രം എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ മലയാളത്തിൽ പറയാം. ദ മിസ്റ്റീരിയസ് പിക്ചർ. The story is taken from the book The Legend of the Glorious Adventures of Till Eulenspiegel by the famous Belgian writer Charles D. Coster, with the other Charles D. Coster. He is a Belgian writer. The title of our story is The Mysterious Picture by Charles D. Coster. Let's start the lesson. It is an interesting episode from the life of an artist named Till Eulenspiegel. Till, in the course of his wandering from court to court, rode to the palace of the Archduke of Battenberg on his donkey. The central character in the story is Till Eulenspiegel. He was a wandering man. He is the artist. He wandered from court to court. Court means രാജകൊട്ടാരം, പാലസ്, രാജസദസ്സുകൾ തോറും ഇങ്ങനെ അലിഞ്ഞ് നടക്കുന്ന ഒരു കലാകാരനാണ്, ഒരു ആർട്ടിസ്റ്റാണ് അലൻസ്പീഗൽ. ഹിസ് ക്ലോത്തസ്, അങ്ങനെയുള്ള ടിൽ എവിടെ എത്തി? ആർച്ച് ഡ്യൂക്ക് ഓഫ് ബാറ്റൻബർഗ്. ആർച്ച് ഡ്യൂക്ക്, ചക്രവർത്തി അല്ലെങ്കിൽ ഭരണാധികാരി, കിങ്. ബാറ്റൻബർഗിലെ ഭരണാധികാരിയുടെ കൊട്ടാരത്തിൽ, പാലസിൽ എത്തി. അപ്പോൾ ടിൽ റോഡ് ഓൺ ഹിസ് ഡോങ്കി, കഴുതപ്പുറത്താണ് വരുന്നത്. എവിടെ വരുന്നു? അദ്ദേഹം ആർച്ച് ഡ്യൂക്കിൻ്റെ കൊട്ടാരത്തിൽ, രാജസദസ്സിൽ വരികയാണ്. ആ വരവ് കണ്ടോ? ഹിസ് ക്ലോത്തസ് ആൻഡ് അപ്പിയറൻസ് അട്രാക്റ്റഡ് എവരി വൺസ് അറ്റൻഷൻ. എവരി വൺ ലിസൺഡ് at him. Why? Because he wore such a strange dress. His cap was set smartly on his head, and the three bright feathers on it danced in the breeze as he rode. Ridden. റോഡ് സവാരി ചെയ്തപ്പോൾ, ആ കഴുതപ്പുറത്ത് സവാരി ചെയ്യുമ്പോൾ അയാൾ ധരിച്ചിരിക്കുന്ന തൊപ്പി, ആ തൊപ്പിയിൽ 3 feathers, 3 തൂവലുകളുണ്ട്. അത് കാറ്റിനൊപ്പം, ഇളം തെന്നിനൊപ്പം ഇങ്ങനെ ഡാൻസ് ചെയ്തുകൊണ്ടിരുന്നു. നല്ല രസകരമായ വരവാണ്. അങ്ങനെ ഇൻ ദിസ് വേ Till Eulenspiegel reached the gate of the Archduke. ബാറ്റൻബർഗിലെ ആർച്ച് ഡ്യൂക്കിൻ്റെ കൊട്ടാരത്തിൻ്റെ നടയിലെത്തി.
ഇസ് ഇറ്റ് ഈസി ടു എൻ്റർ? അത് കയറി പോകാൻ പറ്റുമോ എളുപ്പത്തിൽ? ഇല്ല. അവിടെ ആരുണ്ട്? സെക്യൂരിറ്റി ഗാർഡുണ്ട്. അങ്ങനെ ഗാർഡുകളുടെ ക്യാപ്റ്റൻ സ്റ്റോപ്പ്ഡ് ഹിം, നിൽക്കാൻ പറഞ്ഞു. ദി ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സ് കോൾഡ് ഔട്ട് ടു ഹിം. എന്താ ഉറക്കെ ഷൗട്ട് ചെയ്തത്? ഹേയ് there, you fellow on the donkey, we don't allow any loafers here. Loafer means poor man begging for food. ആഹാരത്തിന് അലഞ്ഞു കിടക്കുന്ന ദരിദ്രവാസികളെ പ്രവേശിപ്പിക്കുന്ന സ്ഥലമല്ല ഇത് എന്ന് പറഞ്ഞാൽ, the captain of the security guard felt that he was a loafer. അയാൾ ഒരു ലോഫർ ആയിരിക്കണം. കാരണം അയാളുടെ അപ്പിയറൻസ് കണ്ടോ? യു ആൻഡ് യുവർ ഡോങ്കി ആൾറെഡി ലുക്ക് ലൈക്ക് എ സ്കെലിറ്റൻസ്. നിന്നെയും നിൻ്റെ കഴുതയും കണ്ടിട്ട് എങ്ങനെയുണ്ട്? സ്കെലിറ്റൻ പോലെ ഇരിക്കുന്നു. സ്കെലിറ്റൻ മീൻസ് ബോൺസ് സെപ്പറേറ്റഡ് ഫ്രം ദ ഫ്ലഷ്. മാംസത്തിൽ നിന്ന് എല്ലിളക്കി എടുത്തതുപോലെ എന്ന് പറഞ്ഞാൽ ആകെ അസ്ഥിപഞ്ജരം പോലെ ഇരിക്കുന്നു നീയും നിൻ്റെ കഴുതയും. അതുകൊണ്ട് ഇത് നിന്നെപ്പോലെയുള്ള ആളുകൾക്കുള്ള സ്ഥലമല്ല. ദിസ് ഈസ് നോട്ട് എ പ്ലേസ് ഫോർ യു ലൈക്ക് പീപ്പിൾ, ഇറ്റ് ഈസ് എ പാലസ്. ഇത് കൊട്ടാരമാണ്. ദ ക്യാപ്റ്റൻ ഓഫ് ദ ഗോഡ്സ് വാസ് എ ടാൾ വെൽ ബിൽറ്റ് മാൻ. ഇനി വാട്ട് വാസ് ദി അപ്പിയറൻസ് ഓഫ് ദ ക്യാപ്റ്റൻ? ദ ക്യാപ്റ്റൻ വാസ് very tall and well built means very strong man. Red haired man of about 25, very young man. ഒരു 25 വയസ്സ് തോന്നിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ആണ് ഈ ഗാർഡിൻ്റെ ഹെഡ്. അയാൾ എങ്ങനെയാണ് ഡ്രസ്സ് ചെയ്തിരിക്കുന്നത്? ഹൗ വാസ് ഹി ഡ്രസ്ഡ്? He was handsomely dressed. Handsomely means very beautifully dressed in his gold braided uniform, embroidered with golden strings. സ്വർണ്ണ നൂലുകൊണ്ട് എംബ്രോയിഡറി നടത്തിയ യൂണിഫോമൊക്കെയാണ് അയാൾ ധരിച്ചിരിക്കുന്നത്. കാരണം രാജകൊട്ടാരത്തിലെ ഗാർഡുകളുടെ ക്യാപ്റ്റനാണ് അയാൾ. ഏതായാലും പെട്ടെന്ന് തന്നെ തടഞ്ഞു. ടില്ല് ആ ഗാർഡിൻ്റെ ഷൗട്ടിങ് കേട്ടപ്പോൾ ഹി സഡൻലി സ്റ്റോപ്പ്ഡ് ഹിസ് ഹാർട്സ്. കുതിര നിർത്തി, അല്ല തൻ്റെ കഴുതയെ അവിടെ നിർത്തി. ടൈൽ ലുക്ക്ഡ് അറ്റ് ഹിം കൂളി. വളരെ കൂളായി, വളരെ സമാധാനത്തോടെ, ഒരു ദേഷ്യമില്ലാതെ ടിൽ തൻ്റെ കഴുതപ്പുറത്ത് നിന്ന് ഹി ഡിസ്മൗണ്ടഡ് ഫ്രം ഹിസ് ഡോങ്കി തൻ്റെ കഴുതപ്പുറത്ത് നിന്ന് താഴെ ഇറങ്ങി. ഡിസ്മൗണ്ടഡ് അർത്ഥം സ്റ്റെപ്പ്ഡ് ഡൗൺ, ലൈറ്റഡ് ഫ്രം ദ ഡോങ്കിയുടെ ഭാഗത്തു നിന്ന് താഴെ ഇറങ്ങി. ഹി ബോവ്ഡ് ലോ ആൻഡ് സെറ്റ്. ഏതായാലും ക്യാപ്റ്റനല്ലേ, ഒന്ന് ബഹുമാനിച്ചു കളയാം. അയാൾ തല കുമ്പിട്ടു, അയാളെ ബഹുമാനിച്ചു. എന്നിട്ട് പറഞ്ഞു, മേ ഗോഡ് ബ്ലെസ് യു സർ ക്യാപ്റ്റൻ. അങ്ങേ ദൈവം അനുഗ്രഹിക്കട്ടെ. എന്താ പറഞ്ഞത്? എന്നെയും എൻ്റെ കഴുതയും കണ്ടിട്ട് എന്ത് കണക്ക് തോന്നുന്നു? സ്കെലിറ്റൺ അല്ലേ? സാരമില്ല. ഇഫ് ഐ ലുക്ക് ലൈക്ക് എ സ്കെലിറ്റൺ, ഇറ്റ് ഈസ് നോട്ട് മൈ ഫാൾട്ട്. ഇറ്റ് ഈസ് നോട്ട് മൈ മിസ്റ്റേക്ക്. എൻ്റെ മിസ്റ്റേക്കല്ല ഞാനിങ്ങനെ ആയിപ്പോകാൻ കാരണം. ഐ അഡ്മിറ്റ്, ഞാൻ സമ്മതിക്കുന്നു, ഞാൻ സ്കെലിറ്റനാണ്, ഞാൻ വളരെ മെലിഞ്ഞൊരു വ്യക്തിയാണ്. പക്ഷേ അതെൻ്റെ കുറ്റമല്ല. ഇറ്റ് ഈസ് നോട്ട് മൈ ഫാൾട്ട്. ഐ ആം വെരി ഹംഗ്രി. കാരണം എനിക്ക് വിശക്കുന്നു. ഐ ഹാവ് കം ഹിയർ ബിക്കോസ് ഐ ആം കമ്പൽഡ് ഇറ്റ്. ഞാൻ നിർബന്ധിതനായി ഇവിടെ വരാൻ. ഇഫ് യു വിൽ ബി സോ ഗുഡ് ആസ് ടു ഗിവ് മീ എ പീസ് ഓഫ് ദ ഗോൾഡ് കോട്ട് ദാറ്റ് യു വെയർ ഓൺ യുവർ കോട്ട്. You wore many gold coins, many gold medals on your uniform. Give me one, please. അത് ഒന്നിഞ്ഞു തരൂ. ഒരുപാട് സ്വർണ്ണ മെഡലുകളല്ലേ ആ ഷർട്ടിൽ കുത്തിയിരിക്കുന്നത്. അതിൽ നിന്ന് ഒരു മെഡലിച്ച് തന്നേക്ക്. I will go and hang myself by the teeth on the large leg of mutton. ഞാൻ പോയി
കുറച്ച് മട്ടൺ വാങ്ങിച്ച് ഭക്ഷിച്ചിട്ട് വരാം, എൻ്റെ വിശപ്പങ്ങ് തീരും, കാരണം ഞാൻ വിശന്നാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഐ സീ ഹാങ്ങിങ് ഇൻ മൈ ബുച്ചേഴ്സ് ഷോപ്പ്. ആ ബുച്ചർ മീൻസ് ഇറച്ചി വെട്ടുകാരൻ്റെ കടയിൽ തൂക്കിയിട്ടിരിക്കുന്ന ഇറച്ചി വാങ്ങി ഞാൻ പാചകം ചെയ്ത് കഴിച്ചോളാം. നീ അതിൽ നിന്ന് അത്ര സേവ്. യു ആർ സോ കൈൻഡ്. ഇഫ് യു ആർ സോ കൈൻഡ് then please give me a gold cord from your uniform. നിങ്ങളുടെ യൂണിഫോമിൽ നിങ്ങളെ കോട്ട് ചെയ്യുന്ന ഒരു സ്വർണ്ണ നാണയം തരൂ, ആ കോയിൻ തരൂ. അങ്ങനെ ടിൽ ആ സെക്യൂരിറ്റി ഗാർഡിന്, ആ ക്യാപ്റ്റന് മറുപടി പറഞ്ഞു. ഈ സമയത്ത് വാട്ട് വാസ് ദ ക്യാപ്റ്റൻ ഡൂയിങ്? ദ ക്യാപ്റ്റൻ വാസ് പ്ലേയിങ് എ ഗെയിം ഓഫ് ചെസ് വിത്ത് അനദർ ഓഫീസർ. തന്നെ പോലുള്ള മറ്റൊരു ഓഫീസറോടുമായി അയാൾ ചെസ് മീൻസ് ചതുരംഗം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഈ ആൻസർ കേട്ടപ്പോൾ ഹി ഹേർഡ് ദിസ് റിപ്ലൈ ഓഫ് ദ മാൻ ഓൺ ദ ഡോങ്കിയുടെ മുകളിലിരിക്കുന്ന വ്യക്തിയുടെ ആ മറുപടി വന്ന ആ വ്യക്തിയുടെ മറുപടി കേട്ടപ്പോൾ ക്യാപ്റ്റൻ ലുക്ക്ഡ് അറ്റ് ഹിം വെരി സ്ട്രെയിഞ്ച്, വെരി ക്യൂരിയസ്ലി, വളരെ ആങ്ഷ്യസ് ആയിട്ട്, വളരെ ഉത്കണ്ഠയോടെ അയാളെ നോക്കി, ജിജ്ഞാസയുടെ നോക്കി. കൊള്ളാമല്ലോ അയാൾ. ഹി ലുക്ക്ഡ് ക്യൂരിയസ്ലി അറ്റ് ടൈൽ, ഇയാൾ എഴുത്തുകാരൻ എന്നുള്ള അർത്ഥത്തിൽ നോക്കി. അങ്ങനെ ദെൻ ഹി ക്വസ്റ്റ്യൻഡ് ഹിം. ആഫ്റ്റർ സ്റ്റോപ്പിംഗ് ഹിസ് ഗെയിം, ആ കളി നിർത്തിയിട്ട് ദ ക്യാപ്റ്റൻ എൻക്വയർഡ്, where do you come from? He asked. What did he ask? He asked where he came from. എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. അപ്പോൾ എന്താ പറഞ്ഞു? ഫ്രം ഫ്ലാൻഡേഴ്സ് റിപ്ലൈഡ് ടൈം. ഞാൻ വരുന്നത് ഫ്ലാൻഡേഴ്സിൽ നിന്നാണ്, മറ്റൊരു രാജ്യം. ഞാൻ ഫ്ലാൻഡേഴ്സിൽ നിന്നാണ് വരുന്നത്. Then the captain inquired, what do you want? What did he wanted? എന്താണ് ആവശ്യം? നീ എന്തിനാ വന്നത്? I should like to show His Highness the Archduke one of my paintings. I am a painter. He introduced himself. His profession is painting. I am a painter. I wanted to show His Highness. His Highness means രാജാവിനെ വളരെ ബഹുമാന സൂചകമായിട്ട് പറയുന്ന ഒരു പ്രയോഗമാണ് ഹിസ് ഹൈനസ്. അദ്ദേഹത്തെ ഒന്ന് മുഖം കാണിക്കാൻ വേണ്ടി അടിയൻ്റെ ഈ എളിയ പെയിൻറ്റിങ് ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത്. ഞാനൊരു പെയിൻറ്ററാണ്.